നമുക്ക് കുറച്ച് പെട്ടികൾ പൊട്ടിക്കാം. അപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് 2 എണ്ണം എൻ്റെ അമ്മ മേടിച്ചിട്ടുള്ള സാധനമാണ്. അമ്മ വീട്ടിലില്ലാത്തതുകൊണ്ട് അതും കൂടെ നമുക്കങ്ങ് പൊട്ടിക്കാം. അപ്പം അമ്മ വാങ്ങിയത് എന്തൊക്കെയാണെന്നുള്ളത് എനിക്കറിയില്ല, അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം. അപ്പം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ ഒരു ആർട്ടിഫിഷ്യൽ മണി പ്ലാന്റ് ആണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ലൈറ്റും ലീവ്സും ഒരുമിച്ച് വരുന്നൊരു സംഭവമായിരുന്നു. പക്ഷേ കയ്യിൽ കിട്ടിയപ്പോൾ 2 സെപ്പറേറ്റ് ആയിരുന്നു. പക്ഷേ ക്വാളിറ്റി വൈസ് നല്ലതായിരുന്നു. എന്തായാലും ഒരു ഫെയറി ലൈറ്റ് ഞാൻ സെപ്പറേറ്റ് വാങ്ങണം എന്ന് വിചാരിച്ചതായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ വന്നത് ലാഭായി എന്നാണ് തോന്നുന്നത്. നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു വൈറ്റ് കളറിലെ വാൾ സ്റ്റിക്കറാണ്. ഇത് നമുക്ക് ടേബിളിൻ്റെ മുകളിലൊക്കെ ഒട്ടിക്കാം. എൻ്റെ ടേബിളൊക്കെ ഒന്ന് എസ്തെറ്റിക് ആക്കാനാണ് എൻ്റെ ഒരു പ്ലാന്. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റിയിൽ വരുന്ന, നല്ല ഗ്ലാസ് ഫിനിഷിൽ വരുന്ന നല്ലൊരു മെറ്റീരിയൽ സാധനമായിരുന്നു. നെക്സ്റ്റ് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഐറ്റം ആയിരുന്നു. ഇത് വെച്ചുള്ള ക്രാഫ്റ്റ് കണ്ടപ്പോൾ മുതൽ ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. വേറെ ഒന്നുമല്ല, പൈപ്പ് ക്ലീനേഴ്സ് ആണ്. ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്ന ഒരു 100 പീസിൻ്റെ സെറ്റാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് വെച്ച് കുറച്ചധികം ക്രാഫ്റ്റുകൾ എനിക്ക് ചെയ്ത് നോക്കണം എന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഉടനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു. നെക്സ്റ്റ് ഈ ഒരു പെട്ടിയിൽ വേറൊരു പെട്ടിയാണുള്ളത്. ഇതൊരു ഓർഗനൈസിങ് ബോക്സ് ആണ്. സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ബാംഗിൾസ് ഓർഗനൈസിങ് ബോക്സ് ആണ്. ഇതിൻ്റെ അകത്ത് 4 പീസസ് ഇങ്ങനെ വരുന്നുണ്ട്. ഇതിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് വള ഇട്ടിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഇതിനൊരു വൃത്തികെട്ട മണം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് നല്ല ക്വാളിറ്റി ആയിരുന്നു, നല്ല പ്രൊഡക്റ്റ് ആണ്. ഇതിൽ ഞാൻ ഓർഗനൈസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. സോ ഗുഡ് പ്രൊഡക്റ്റ്. നെക്സ്റ്റ് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് എൻ്റെ അമ്മ വാങ്ങിയതായിരുന്നു. കണ്ടിട്ട് മേക്കപ്പ് ഓർ സ്കിൻ കെയർ ഐറ്റം ആണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പെട്ടി പൊട്ടിച്ചപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ഒരു ലൂഫയാണ്. ലൂഫയോ എന്നായിരുന്നു എൻ്റെ എക്സ്പ്രഷൻ. പക്ഷേ അതിൻ്റെ അകത്തൊരു റോസ്മേരി വാട്ടറും കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ലൂഫ ഇതിൻ്റെ കൂടെ ഫ്രീയോ മറ്റോ കിട്ടിയതാണെന്ന്. സത്യാവസ്ഥ എന്താണെന്നുള്ളത് അമ്മേനെ വിളിച്ച് ചോദിക്കേണ്ടി വരും, അമ്മയുടെ ഓരോരോ കാര്യങ്ങളിൽ. നെക്സ്റ്റ് ഈ ഒരു വലിയ പെട്ടി പൊട്ടിക്കാനായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് തുറന്നപ്പോഴും ഞാനൊന്ന് ഞെട്ടി. കാരണം ഇതിൻ്റെ അകത്ത് കുറച്ചധികം സ്കെയിലുകളായിരുന്നു. മെഷറിങ് സ്കെയിൽസ് ആണ്. നമ്മൾ ഡ്രസ്സസൊക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ഷേപ്പിൽ സൈസിലൊക്കെ വരുന്ന പല സ്കെയിലുകൾ. ഇത് ഓരോന്നിൻ്റെയും യൂസും എനിക്കറിയില്ലെങ്കിലും സാധനം കാണാനും ക്വാളിറ്റി വൈസും നല്ലതായിരുന്നു. അപ്പോൾ പ്രോഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണ്ടവരൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ പെട്ടി പൊട്ടിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോയിക്കോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.